ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ പരിസര പഠനം പുസ്തകത്തിലെ 4-ാമത്തെ അധ്യായമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കൂട്ടുകാർ പാഠപുസ്തകം തുറന്നോ? എന്താണ് കൂട്ടുകാരെ 4-ാമത്തെ അധ്യായത്തിൻ്റെ പേര്? വൃത്തി നമ്മുടെ ശക്തി. നല്ല പേരാണല്ലേ. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നതും വൃത്തിയെക്കുറിച്ചും വൃത്തിയായിട്ട് നമ്മുടെ പരിസരമൊക്കെ സൂക്ഷിച്ചാൽ നമുക്ക് ശക്തി ലഭിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ കൂട്ടുകാരെ, ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് കൂട്ടുകാരെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസ് കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് പാഠത്തിലേക്ക് കടന്നാലോ? അധ്യായം 4. വൃത്തി നമ്മുടെ ശക്തി. കൂട്ടുകാർ ചിത്രം കണ്ടില്ലേ? മനോഹരമായ ഒരു ചിത്രമാണല്ലേ. എന്താണ് കൂട്ടുകാരെ ചിത്രത്തിൽ കാണുന്നത്? നമ്മുടെ എലിയമ്മാവൻ പെട്ടിയും ബാഗും കിടക്കയൊക്കെ എടുത്ത് ദേ എങ്ങോട്ടോ പോവുകയാണ്. അപ്പം നമ്മുടെ ഈച്ചയമ്മാവനും കൊതുവമ്മാവനും കൂടെ എന്തൊക്കെയൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെയാവും അവർ സംസാരിക്കുന്നത്? ചിത്രത്തിലെ വീടും പരിസരവുമൊക്കെ എങ്ങനെയുള്ളതാണ്? നല്ല വൃത്തിയായി കിടപ്പുണ്ടല്ലേ. എവിടെയെങ്കിലും മാലിന്യം കൂമ്പാരം കൂട്ടി ഇട്ടിട്ടുണ്ടോ കൂട്ടുകാരെ? ഇല്ല. അതുകൊണ്ടാവും നമ്മുടെ എലിയമ്മാവൻ എവിടെയോ പോകുന്നതല്ലേ. നമുക്ക് നോക്കാം എലിയമ്മാവൻ എങ്ങോട്ടാ പോകുന്നതെന്ന്. അപ്പോൾ എലിയമ്മാവൻ പോകുന്ന കണ്ടപ്പോഴേ നമ്മുടെ കൊതുവമ്മാവനും ഒത്തിരി സങ്കടമായി. എന്തൊക്കെയായിരിക്കും ഇവർ സംസാരിക്കുന്നത്? നമുക്ക് നോക്കാം. എലിയമ്മാവാ, എങ്ങോട്ടാ യാത്ര? ഞാൻ ഈ നാട് വിട്ടു പോവുകയാ കൊതുകച്ച. എന്തു പറ്റി? ഈ വൃത്തിയുള്ള നാട്ടിൽ നമ്മളെ പോലുള്ളവർ എങ്ങനെയാ ജീവിക്കുക? വിശന്ന് ജീവിക്കാൻ ഇനി വയ്യ. ശരിയാ, മുട്ടയിടാൻ കെട്ടിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം പോലും കാണാനില്ല. ജീവിക്കാനുള്ള പ്രയാസം കൊണ്ട് ചങ്ങാതിമാരൊക്കെ നാട് വിട്ടു. ഞാനും കൂടെ പോരട്ടെ? എൻ്റെ കാര്യവും കഷ്ടമാ. ഞാനും വരാം. മണിയൻ ഈച്ചയും ഒപ്പം കൂടി. ദേ നമ്മുടെ എലുമ്പനായി വന്ന മണിയനീച്ചയും നമ്മുടെ എലിയമ്മാവനും കൊതുവമ്മാവനും ഇപ്പം ഇരിക്കുന്നത് കണ്ടോ? നല്ല ഗുണ്ടുമാതിരി ഉണ്ടല്ലേ. എന്താ ഇവിടുത്തെ പ്രത്യേകത? മാലിന്യങ്ങൾ കൂമ്പാരം കൂട്ടിയിട്ടിട്ടുണ്ടല്ലേ കൂട്ടുകാരെ. അപ്പോൾ അവർക്ക് ജീവിക്കാൻ പറ്റിയ സ്ഥലം തന്നെ. അവരെന്താ സംസാരിക്കുന്നത് നോക്കൂ. ഇവിടെ എത്തിയത് ഭാഗ്യമായി. കുറച്ച് നാളുകൾ കൊണ്ട് ശരീരമൊക്കെ ഒന്ന് നന്നായി അല്ലേ കൊതുകച്ച? അതെ അതെ, ഇഷ്ടംപോലെ ഭക്ഷണം, നമുക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം. ഇനി നമുക്ക് എവിടെയും പോകണ്ട, ഇവിടെ സുഖമായി കഴിയാം. മണിയനീച്ച സന്തോഷത്തോടെ പറഞ്ഞു. ചിത്രത്തിലെ 2 ഗ്രാമങ്ങളെയും കൂട്ടുകാർ കണ്ടില്ലേ? കണ്ടു അല്ലേ? ഒന്നാമത്തെ ചിത്രം നോക്കൂ. കണ്ടോ? മനോഹരമായ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലമാണല്ലേ. അവിടെ രോഗങ്ങളോ ഒന്നും തന്നെയില്ല. രണ്ടാമത്തെ ചിത്രം നോക്കൂ. ഈ ചിത്രത്തിലെ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്താ കൂട്ടുകാരെ? ഇവിടെ ഒരു വൃത്തിയുമില്ല അല്ലേ. എല്ലാ മാലിന്യങ്ങളും കൂമ്പാരം കൂട്ടിതേ ഇവിടെ ഇട്ടിട്ടുണ്ടല്ലേ. ഇവിടെ നമ്മുടെ ഈ പ്രാണികൾക്കൊക്കെ വളരാൻ പറ്റിയ സ്ഥലമാണ്. അങ്ങനെ രോഗങ്ങളും ഇവിടെ കുന്നുകൂടും. ശരിയല്ലേ? ചിത്രത്തിലെ 2 ഗ്രാമങ്ങൾ നമ്മൾ കണ്ടില്ലേ? ഇതിലേത് ഗ്രാമത്തിലാണ് കൂട്ടുകാർക്ക് താമസിക്കാൻ ഇഷ്ടം? എനിക്കിഷ്ടം ഒന്നാമത്തെ ചിത്രത്തിലെ വീട്ടിൽ താമസിക്കാനാണ്. കൂട്ടുകാർക്കോ? അവിടെ തന്നെയാണല്ലേ. കാരണം എന്താ? നല്ല വൃത്തിയുണ്ടല്ലേ. നോക്കൂ, എന്തുകൊണ്ടാണ് അവിടെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത്? നല്ല വൃത്തിയുള്ളത് കൊണ്ടാണല്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ വൃത്തി ഇഷ്ടപ്പെടുന്നത്? നല്ല ആരോഗ്യത്തോടെ നമുക്ക് വളരണമെങ്കിലും ജീവിക്കണമെങ്കിലും നമ്മുടെ പരിസരവും നമ്മുടെ വീടും ഒക്കെ നല്ല വൃത്തിയുള്ളതായിരിക്കണം. വൃത്തിയില്ലാത്തയിടത്താണ് കൊതുക്, ഈച്ച, എലി മുതലായ ജീവികൾ കൂടുതലും ഉണ്ടാകുന്നത്. ഇത്തരം ജീവികൾ പല രോഗങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. നമുക്കപ്പോൾ അവയെക്കുറിച്ച് കുറച്ച് പഠിച്ചാലോ? ഏതൊക്കെ രോഗങ്ങളാണ് അവ പരത്തുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. നോക്കൂ, ഈ കാണുന്ന വിരുതൻ ആരാണ്? കൊതുകാണല്ലേ. കൊതുകിനെ കുറിച്ച് നോക്കൂ കൂട്ടുകാരെ.
കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഈ കൊതുക് മുട്ടയിടുന്നത്. അവിടെ മുട്ടയിട്ട് കൊതുകുകൾ പെരുക്കും. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച എത്തണമെങ്കിൽ 8 ദിവസമാണ് എടുക്കുന്നത്. മനുഷ്യൻ്റെ രക്തം കുടിക്കുന്ന കൊതുകുകൾ ഒത്തിരി രോഗങ്ങളും പരത്തുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലൊക്കെ കൊതുക് വന്നിരുന്ന് രക്തം കുടിക്കാറുണ്ടല്ലേ? അതിലൂടെ നമുക്ക് പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ ഇവയെല്ലാം ഈ കൊതുക് പരത്തുന്ന രോഗങ്ങളാണ്. ഇനി ഈച്ചയും ഒട്ടും പിന്നിലല്ല കേട്ടോ. നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ മൂളി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പറന്നു നടക്കുന്ന ഒരു ചെറിയ പ്രാണിയാണ് ഈച്ച. ശരിയല്ലേ? അതെ, മലിനമായ സ്ഥലങ്ങളിലും ചീഞ്ഞ വസ്തുക്കളിലും ഈ ജീവി പോയിരിക്കും. എന്നിട്ടോ അവിടെ നിന്ന് അഴുക്ക വസ്തുക്കൾ അല്ലെങ്കിൽ മലിനമായ പല സാധനങ്ങളും അതിൻ്റെ കാലിൽ പറ്റിപ്പിടിക്കും. ഇത് മധുരമുള്ളതും തുറന്നു വച്ചിരിക്കുന്നതുമായ ആഹാര സാധനങ്ങളിൽ വന്നിരിക്കുമ്പോൾ ഈച്ചയുടെ കാലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മലിനമായിട്ടുള്ള അഴുക്കുകൾ അതിൽ പകരും. അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പല രോഗങ്ങളും ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? വയറിളക്കം, കോളറ ഇവയെല്ലാം ഈ ഈച്ച പരത്തുന്ന രോഗങ്ങളാണ്. ഇനി എലിയോ? നമ്മുടെ തട്ടിൻപുറത്തും ചെറിയ മാളങ്ങളിലും എല്ലാം ഇങ്ങനെ ഓടി നടക്കുന്ന എലിയെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? ഈ വരുതൻ എന്താണ് ചെയ്യുന്നത്? കണ്ണി കാണുന്നത് എന്തും കരണ്ട് മുറിച്ച് നശിപ്പിക്കും. അടുക്കളയിലും കലവറയിലും ഭക്ഷണ സാധനങ്ങൾ എവിടെയുണ്ടോ അവിടെ എലി അതിനെ തേടി എത്താറുണ്ട്. എലിയുടെ വിസർജ്യങ്ങൾ ഭക്ഷണ സാധനത്തിൽ വീഴുമ്പോഴാണ് പല രോഗങ്ങളും ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് എലി പരത്തുന്ന രോഗങ്ങൾ? എലിപ്പനി, പ്ലേഗ് ഇതൊക്കെയാണ് എലി പരത്തുന്ന രോഗങ്ങൾ. അപ്പോൾ നമ്മൾ 3 ജീവികളെക്കുറിച്ചാണ് പഠിച്ചത് കേട്ടോ. അപ്പോൾ ഈ 3 ജീവികളും പെരുകിയാലുണ്ടാകുന്ന ദോഷങ്ങൾ ഒന്ന് കൂട്ടുകാർ ആലോചിച്ച് നോക്കൂ. ഭയാനകമല്ലേ? അതുകൊണ്ട് നമ്മുടെ പരിസരവും വീടും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുമോ? സൂക്ഷിക്കും. നമുക്ക് ഈ ജീവികളെയൊക്കെ കണ്ണുകൊണ്ട് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ? അപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒത്തിരി ജീവികൾ രോഗങ്ങൾ പരത്തുന്നുണ്ട്. ഇത്തരം ജീവികൾ പെരുകാൻ എന്തൊക്കെ സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്? ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? നോക്കൂ കൂട്ടുകാരെ, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ചപ്പ് ചവറുകൾ കൂടിക്കിടക്കാൻ നമ്മൾ അനുവദിക്കരുത്. വെള്ളം കെട്ടിക്കിടക്കുന്നതും ഒഴിവാക്കണം. വ്യക്തി ശുചിത്വം പാലിക്കണം. പിന്നെയോ വീടും വിദ്യാലയവും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളും എല്ലാം നല്ല വൃത്തിയായി നമ്മളെപ്പോഴും സൂക്ഷിക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും വെള്ളവും എല്ലാം ശുദ്ധമായിരിക്കണം. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത്തരം ജീവികൾ പെരുകുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. കൂട്ടുകാർ, ഡ്രൈ ഡേ എന്ന് കേട്ടിട്ടുണ്ടോ? ഫ്രൈഡേ അല്ല കേട്ടോ, ഡ്രൈ ഡേ. എന്താണെന്നറിയാമോ? കൊതുക് നശീകരണത്തിനായിട്ടുള്ള ദിവസത്തെയാണ് ഡ്രൈ ഡേ എന്ന് പറയുന്നത്. ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് നമ്മുടെ വീടുകളിൽ ഈ ഡ്രൈ ഡേ ആചരിക്കേണ്ടത് കേട്ടോ. എന്താണ് ഡ്രൈ ഡേയിൽ നമ്മൾ ചെയ്യുന്നതെന്നറിയാമോ? കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലല്ലേ കൊതുകുകൾ മുട്ടയിടുന്നത്? അതെ, നമ്മൾ നേരത്തെ പഠിച്ചു. ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച എത്താൻ 8 ദിവസം വേണ്ടി വരും. അപ്പോൾ ഈ 8 ദിവസത്തിനകത്ത് നമ്മൾ ഇവയെ നശിപ്പിക്കണം. ഇതാണ് ഡ്രൈ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന ചിരട്ട, അതുപോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട പൊട്ടിയ പാത്രങ്ങളൊക്കെ ഇല്ലേ, അത്, പിന്നെ ടയർ, കുപ്പി, കളിപ്പാട്ടം ഇവയിലെല്ലാം വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ട്. കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് കെട്ടിക്കിടക്കുന്ന ഈ വെള്ളത്തിലാണ് കൊതുകുകൾ മുട്ടയിടുന്നത്. അതിനാൽ ഓരോ 7 ദിവസം കൂടുമ്പോഴും ഇവയിൽ കെട്ടി നിൽക്കുന്ന വെള്ളം മറിച്ച് കളയണം. ഇങ്ങനെ കൊതുകുകൾ വളരുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സ്കൂളുകളിലും വീടുകളിലുമൊക്കെ നടത്തുന്ന പ്രവർത്തനത്തെയാണ് ഡ്രൈ ഡേ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഡ്രൈ ഡേ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, കൊതുകിനെ കുറിച്ചുള്ള ഒരു 3 ചൊല്ലുകളാണ് കൊടുത്തിരിക്കുന്നത്. 1000 രോഗത്തിന് അരക്കൊതുക്. നമ്മുടെ കൊതുക് ചോദിക്കുന്നുണ്ടോ, എന്നോടാണോ കളി?
ഒത്തിരി രോഗം പരത്താൻ ഒരു കൊതുക് മതിയെന്നാണ് ഈ ചൊല്ലിൻ്റെ അർത്ഥം. അടുത്ത് നോക്കൂ, കൊതുക് കുത്തിയാൽ വൈദ്യനും വീഴും. അപ്പോൾ കൊതുകിന് ഡോക്ടറിനെയും അല്ലെങ്കിൽ വൈദ്യനെയൊക്കെ കൊല്ലാനുള്ള ശക്തിയുണ്ടെന്നാണ് ഈ ചൊല്ലിൻ്റെ അർത്ഥം. അടുത്ത ചൊല്ല് നോക്കൂ, വൃത്തിയില്ലാത്ത നാട്ടിൽ കൊതുക് രാജാവ്. വൃത്തിയില്ലാത്ത നാട്ടിലാണ് കൊതുക് രാജാവായി വാഴുന്നതെന്നാണ് മൂന്നാമത്തെ ചൊല്ല്. ഇനി നോക്കൂ കൂട്ടുകാരെ, നമ്മൾ പറഞ്ഞു ജീവികളിലൂടെ രോഗം പകരുന്നുണ്ടെന്നല്ലേ. അപ്പോൾ ഇനി വെള്ളത്തിലൂടെയും രോഗം പകരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വെള്ളത്തിലൂടെ പകരുന്നത്? നമുക്ക് നോക്കാം. എങ്ങനെയാണ് കൂട്ടുകാരെ വെള്ളത്തിലൂടെ രോഗം പകരുന്നത്? കൂട്ടുകാരെ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ പരിസര പ്രദേശത്ത് മലിനജലം ശ്രദ്ധിച്ചിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ജലത്തിലൂടെയാണ് രോഗങ്ങൾ വന്നെത്തുന്നത്. ഏതൊക്കെ രോഗങ്ങളാണ് ജലത്തിലൂടെ പകരുന്നതെന്നറിയാമോ? വയറിളക്കം, വയറുകടി, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ് ഇവയെല്ലാം ജലത്തിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പകരാനിടയുള്ള രോഗങ്ങളാണ് കേട്ടോ. നമുക്ക് ഈ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാനായിട്ട് കഴിയും. എങ്ങനെയാണ് നമുക്ക് തടയാൻ കഴിയുക? നോക്കൂ കൂട്ടുകാരെ, നമ്മൾ കുടിക്കാൻ വെള്ളം എടുക്കാറില്ലേ? ഈ എടുക്കുന്ന വെള്ളം ഒന്നുകിൽ ശുദ്ധജലമായിരിക്കണം, അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കാറുള്ളൂ. അടുത്ത് നോക്കൂ, മലിനജലം കെട്ടിക്കിടക്കാനായിട്ട് അനുവദിക്കരുത്. മലിനജലത്തെ എന്ത് ചെയ്യണം? കെട്ടിക്കിടക്കരുത്, അതിനെ ഒഴുക്കി വിടുക. അടുത്ത മൂന്നാമത്തെ നോക്കൂ, തുറന്നു വച്ചതോ പഴകിയതോ ആയ പാനീയങ്ങൾ, നമ്മളിപ്പോൾ ഈ എന്താ പറയുക, പെപ്സി, കൊക്കോകോള ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുടിക്കാറില്ലേ? ഇത് പഴകിയതോ അതുപോലെ തുറന്നു വച്ചിട്ടോ ഒന്നും നമ്മൾ കുടിക്കാൻ പാടില്ല. കുടിവെള്ള സ്രോതസ്സുകൾ ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? കിണറുകളിൽ നിന്നാണല്ലേ. ആ കിണറിലെ വെള്ളം ശുദ്ധമാണോ അല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ കുടിവെള്ള സ്രോതസ്സുകൾ ശുദ്ധീകരിച്ചിട്ട് വേണം ആ വെള്ളം ഉപയോഗിക്കാൻ. ഇല്ലെങ്കിൽ നമുക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈച്ചയെ സൂക്ഷിച്ചോളൂ. ഇവിടെ ഒരു പോസ്റ്റർ കിടപ്പുണ്ട്, കണ്ടോ? തുറന്നു വച്ചിരിക്കുന്നതും പഴകിയതുമായ ആഹാരം കഴിക്കരുത്. നമ്മൾ എന്ത് ആഹാര പദാർത്ഥങ്ങൾ വച്ചിരുന്നാലും അവയെ അടച്ച് തന്നെ സൂക്ഷിക്കുക. ഇവിടെ നോക്കൂ, ഈ ആഹാര പദാർത്ഥങ്ങളിലെല്ലാം ഈച്ച വന്നിരിക്കുന്നത് കണ്ടോ? ഇത് കഴിക്കുന്നവർക്ക് വയറുകടി, വയറിളക്കം പോലുള്ള പല രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തുറന്ന ഭക്ഷണങ്ങൾ കഴിക്കരുത്. കഴിക്കില്ലല്ലോ? കഴിക്കില്ല. നോക്കൂ, നമുക്കൊരു പാനീയ ചികിത്സ നോക്കാം. നമ്മുടെ വയറിളക്ക രോഗങ്ങളുണ്ടായാൽ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വെള്ളം അല്ലെങ്കിൽ ജലാംശം വളരെ അധികമായിട്ട് നമുക്ക് നഷ്ടപ്പെടും. ഈ നഷ്ടപ്പെട്ട ജലാംശം നമ്മുടെ ശരീരത്തിന് തിരിച്ചു നൽകാനായിട്ട് നമുക്കൊരു പാനീയ ചികിത്സ നടത്താം. എന്തൊക്കെയാണ് പാനീയ ചികിത്സകൾ? ഉപ്പിട്ട കഞ്ഞിവെള്ളം നമുക്ക് കുടിക്കാം. അപ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ട ജലാംശം നമ്മുടെ ശരീരത്തിന് വീണ്ടെടുക്കാൻ കഴിയും. ഇനിയോ, ഉപ്പും പഞ്ചസാരയും ചേർത്ത നാരങ്ങ വെള്ളം കുടിക്കാം. ഉപ്പിട്ട സംഭാരം, കരിക്കിൻ വെള്ളം ഇവയെല്ലാം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെട്ട ജലാംശം നമുക്ക് വീണ്ടെടുക്കാനായിട്ട് കഴിയും. വയറിളക്ക രോഗത്തിന് നമ്മൾ ആശുപത്രികളിൽ പോയി കഴിഞ്ഞാൽ അവരെന്ത് തരും? ORS മിശ്രിതം തിളപ്പിച്ചാറിയ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇടയ്ക്കിടയ്ക്ക് കുടിക്കാനായിട്ട് പറയും. അപ്പോൾ അതും നല്ലൊരു പാനീയ ചികിത്സയാണ്. നമ്മുടെ പരിസരം ശുചിയാക്കാനാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. പരിസര ശുചീകരണം പോലെ തന്നെ അതിപ്രധാനമാണ് വ്യക്തി ശുചിത്വം. അതായത് നമ്മളെ തന്നെ എന്ത് ചെയ്യണം? ശുദ്ധിയായിട്ട് സൂക്ഷിക്കണം. നമ്മൾ പാലിക്കേണ്ട ശുചിത്വ ശീലങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാണെന്നറിയാമോ? ദിവസവും കുളിക്കണം. എന്ത് ചെയ്യണം? എല്ലാ ദിവസവും കുളിക്കണം. രണ്ടാമത്തെ നോക്കൂ, നഖം മുറിക്കണം. ഇല്ലെങ്കിൽ നഖത്തിനിടയിലെ അഴുക്കുകൾ ആഹാര പദാർത്ഥങ്ങളിലൂടെ നമ്മുടെ വയറിനകത്തെത്തുകയും അത് പല രോഗങ്ങൾക്കും ഇടയാകുകയും ചെയ്യുന്നു. അടുത്ത് നോക്കൂ, ആഹാരത്തിന് മുൻപും ശേഷവും കയ്യും വായും കഴുകണം. ഇതും നമ്മുടെ വ്യക്തി ശുചിത്വത്തിൻ്റെ ഭാഗമാണ്. ഇനി നോക്കൂ, കക്കൂസിൽ നിന്ന് വന്ന ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകണം. രാവിലെയും രാത്രിയിലും പല്ലുകൾ വൃത്തിയാക്കണം. വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. ഇനി എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും? കൂട്ടുകാർ പാലിക്കേണ്ട ശുചിത്വ ശീലങ്ങളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം,
കൂട്ടുകാരത് കാണുക കേട്ടോ. അപ്പോൾ കൂട്ടുകാർ നല്ല ശുചിത്വ ശീലങ്ങൾ പാലിക്കുന്നവരായിരിക്കണം. ഇനി വ്യക്തി ശുചിത്വം മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ? ഇല്ല, നമ്മൾ പരിസരം ശുദ്ധീകരിച്ചു, നമ്മളെ ശുദ്ധീകരിച്ചു. ഇനി നമ്മുടെ വീട്ടിലും വിദ്യാലയത്തിലും പൊതുസ്ഥലങ്ങളിലും നമ്മൾ ശുചിത്വം പാലിക്കണം. പരിസര ശുചീകരണത്തിനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? കൂട്ടുകാർ പറഞ്ഞോളൂ. കൂട്ടുകാരുടെ പുസ്തകത്തിലുണ്ട്. ചപ്പ് ചവറുകൾ വലിച്ചെറിയാൻ പാടില്ല, കക്കൂസിൽ മാത്രം മലവിസർജനം നടത്തണം, മൂത്രപ്പുരയിൽ മാത്രം മൂത്രമൊഴിക്കണം, പിന്നെയോ പൊതുസ്ഥലത്ത് തുപ്പാൻ പാടില്ല, ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിയാനും പാടില്ല. ഈ കുട്ടി ചെയ്യുന്ന കണ്ടോ? വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു? വേസ്റ്റ് ബിന്നിൽ ഇടുകയാണ് കണ്ടോ? ഇതുപോലെ കൂട്ടുകാരുടെ പരിസരം ശുചിയായിട്ട് വച്ചിരിക്കുക. ശുചിത്വം പാലിക്കാൻ കൂട്ടുകാർ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നേരെ ശരി അടയാളപ്പെടുത്തണം കേട്ടോ. അല്ലാത്തവ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം. ഇവിടെ നോക്കൂ, ആരോഗ്യ ക്ലബ്ബ്. നന്ദപുരം ഗവൺമെൻറ് LP സ്കൂളിലെ ആരോഗ്യ ക്ലബ്ബ് നടത്തിയ പ്രവർത്തനങ്ങൾ നോക്കൂ. എന്തൊക്കെയാണ് അവർ നടത്തിയത്? എല്ലാ ആഴ്ചയിലും ഡ്രൈ ഡേ ആചരിക്കും. ബോധവൽക്കരണ പോസ്റ്റർ നിർമ്മാണം, ഓരോ ക്ലാസ്സിലും ആരോഗ്യ ചാർട്ട്, വ്യായാമ പരിശീലനം, സ്കൂളിലും പരിസരങ്ങളിലും ചവറ്റുകുട്ടകൾ സ്ഥാപിക്കൽ, ശുചിത്വ സർവേ, ആരോഗ്യ പതിപ്പ് നിർമ്മാണം, ഇവയെല്ലാം നന്ദപുരം ഗവൺമെൻറ് LP സ്കൂളിലെ കുട്ടികൾ ചെയ്യാറുണ്ട്. അപ്പോൾ കൂട്ടുകാരുടെ വിദ്യാലയത്തിൽ ആരോഗ്യ ക്ലബ്ബ് ഉണ്ടോ? എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കൂട്ടുകാർ ചെയ്യാറുള്ളത്? അതൊക്കെ എഴുതി വെക്കണം കേട്ടോ. നന്ദപുരം ഗവൺമെൻറ് LP സ്കൂളിലെ കൂട്ടുകാരെ നിർമ്മിച്ച പോസ്റ്ററാണ് കൂട്ടുകാർ ചിത്രത്തിൽ കാണുന്നത്. ഇതുപോലെ നമ്മുടെ സ്കൂളിലും പരിസരങ്ങളിലും നമുക്ക് പോസ്റ്റർ പതിപ്പിക്കാം. അതിനുവേണ്ടി നമുക്ക് പോസ്റ്ററൊക്കെ നിർമ്മിക്കണം കേട്ടോ. ആദ്യം നമ്മുടെ കൂട്ടുകാർ ചെയ്തത് നോക്കൂ. ശുചിത്വം മഹത്വം, വൃത്തിശീലമാക്കൂ, രോഗം ഒഴിവാക്കൂ. അടുത്ത് നോക്കൂ, വൃത്തിയുള്ള നാട്, എൻ്റെ പരിസരം വൃത്തിയുള്ള പരിസരം. ഇതുപോലെ നമുക്കും പോസ്റ്ററുകൾ നിർമ്മിച്ചാലോ? വാർത്തകൾ. പത്രങ്ങളിൽ വരാറുള്ള ചില വാർത്താ തലക്കെട്ടുകളാണ് ഇവിടെ കാണുന്നത്. കണ്ടോ? എലിപ്പനി പടരുന്നു, ജനങ്ങൾ ഭീതിയിൽ, റോഡരികിലെ മാലിന്യം, യാത്രക്കാർ ദുരിതത്തിൽ, ചിക്കൻ ഗുനിയ, ആശുപത്രികളിൽ വൻ തിരക്ക്. ഇത്തരം വാർത്തകൾ വരാൻ കാരണം എന്തായിരിക്കാം? കൂട്ടുകാർ പറഞ്ഞോളൂ. ശുചിത്വമില്ലായ്മയാണല്ലേ. നമ്മുടെ വീടും പരിസരവും അതുപോലെ തന്നെ നമ്മുടെ വ്യക്തി ശുചിത്വവും ഇല്ലാതെ ആകുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത്. ശുചിത്വമുള്ള ഒരു നാട്ടിൽ നിന്ന് ഇത്തരം വാർത്തകൾ ഉണ്ടാകുമോ? ഇല്ല. നമ്മുടെ നാട്ടിൽ ഇത്തരം വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരം രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കും? നോക്കൂ, ഓരോരുത്തരും ശുചിത്വം പാലിക്കും അല്ലേ? വീടും പരിസരവും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കും. പിന്നെയോ പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ശുചിത്വം പാലിക്കും. ആരോഗ്യ ബോധവൽക്കരണവും നമ്മൾ നൽകും. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ മണിയനീച്ചയും എലിയമ്മാവനെയും കൊതുകമ്മാവനെയൊക്കെ മറന്നുപോയോ? അവർ പോയ ഗ്രാമമില്ലേ, അവരും അവരുടെ നാടിനെ ശുചീകരിച്ചു. എങ്ങനെയൊക്കെയാണ്? ഓരോരുത്തരും വ്യക്തി ശുചിത്വവും അതുപോലെ തന്നെ പരിസര ശുദ്ധീകരണവും അതുപോലെ വീടുകളും പരിസരങ്ങളും എല്ലാം ശുദ്ധിയാക്കി. അപ്പോൾ നമ്മുടെ എലിയമ്മാവൻ്റെയൊക്കെ അവസ്ഥ നോക്കൂ. ഇവിടെയും രക്ഷയില്ല, ഈ നാടും വൃത്തിയിലേക്ക് മാറി. വൃത്തിയില്ലാത്തൊരു നാട് ഇനി എവിടെയെങ്കിലും ഉണ്ടാകുമോ? അപ്പോൾ നമ്മുടെ മണിയനീച്ച പറയുന്ന നോക്കൂ കൂട്ടുകാരെ, നാട് മുഴുവൻ ശുചിത്വ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു, നമുക്കിനി രക്ഷയില്ല. അപ്പോൾ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ നാട് എന്താവും കൂട്ടുകാരെ? വൃത്തിയുള്ളതായിട്ട് മാറും. അപ്പോൾ നമുക്ക് രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനായിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലോ? എൻ്റെ നാട് ശുചിത്വ നാട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് വൃത്തിയാണ് നമ്മുടെ ശക്തി എന്ന് പഠിച്ചു അല്ലേ? നമ്മുടെ വീടും പരിസരവും നമ്മുടെ വ്യക്തി ശുചിത്വവും ഒരുപോലെ മുന്നോട്ട് പോയാൽ നമുക്ക് രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ നാടും ശുദ്ധിയായിട്ടിരിക്കും, നമ്മളെപ്പോഴും ശക്തിമാന്മാരായിട്ടിരിക്കും. അപ്പോൾ വൃത്തി തന്നെയാണ് ശക്തി എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഇന്നത്തെ പാഠത്തിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കൊതുക്, ഈച്ച, എലി ഇവ പകരുന്ന സാഹചര്യങ്ങളും അതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും നമ്മൾ പഠിച്ചു അല്ലേ? അതുപോലെ നമ്മൾ ഡ്രൈ ഡേ എന്താണെന്ന് പഠിച്ചു. വീടും പരിസരവും എല്ലാം വൃത്തിയായി സൂക്ഷിക്കണമെന്ന് പഠിച്ചു. ആഹാരത്തിലൂടെയും കുടിവെള്ളത്തിലൂടെയും ഒക്കെ രോഗങ്ങൾ പകരുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? എങ്ങനെയൊക്കെയാണ് രോഗങ്ങൾ പകരുന്നത്? ജീവികളിലൂടെ, അതുപോലെ തന്നെ ആഹാരത്തിലൂടെ,
വെള്ളത്തിലൂടെ. അപ്പോൾ ഇതിനെയെല്ലാം നമുക്ക് തരണം ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നും നമ്മൾ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പഠിച്ചു. അപ്പോൾ കൂട്ടുകാരൊക്കെ നന്നായി പഠിക്കില്ലേ? പഠിക്കും. അപ്പം നമുക്കിനി കൂട്ടുകാരുടെ പാഠപുസ്തകത്തിൽ അവസാനം കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് കണ്ടുപിടിച്ചാലോ? നോക്കൂ, വിലയിരുത്താം. 1. താഴെ പറയുന്നവയിൽ തെറ്റായ കാര്യം ഏത്? 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വായിക്കാം. കൂട്ടുകാർ തെറ്റേതാണെന്ന് പറയണം. എ. തുറന്നു വച്ച ആഹാര സാധനങ്ങൾ കഴിക്കരുത്. ബി. പൊതുസ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തരുത്. സി. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം. ഡി. മലിനജലം കെട്ടിക്കിടക്കാൻ അനുവദിക്കണം. ഇതിൽ ഏതാണ് തെറ്റായ കാര്യം? അതെ, ഡി ആണ് കേട്ടോ. മലിനജലം കെട്ടിക്കിടക്കാൻ അനുവദിക്കണം, അത് അനുവദിക്കാൻ പാടില്ല. അടുത്ത നോക്കൂ, 2ാമത്തെ ചോദ്യം. ഒരു പ്രദേശത്ത് സ്ഥിരമായി രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. എന്താവാം ഇതിന് കാരണം? നോക്കൂ, 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. എ. ആശുപത്രികൾ ഇല്ല. ബി. ജനങ്ങൾക്ക് ഉയർന്ന വിദ്യാഭ്യാസമില്ല. സി. മാലിന്യങ്ങൾ കുന്നുകൂടി വൃത്തിയില്ലാത്ത പരിസരം. ഡി. റോഡ്, വൈദ്യുതി എന്നിവ ഇല്ല. ഏതാണ് കൂട്ടുകാരെ ആ പ്രദേശത്ത് സ്ഥിരമായി രോഗം പടർന്നു പിടിക്കാൻ കാരണം? അതെ, ഓപ്ഷൻ സി ആണ്. മാലിന്യങ്ങൾ കുന്നുകൂടി വൃത്തിയില്ലാത്ത പരിസരമായതുകൊണ്ടാണ് അവിടെ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത്. 3ാമത്തെ ചോദ്യം നോക്കൂ. നിങ്ങളുടെ അയൽവാസിയായ ഒരു കുട്ടിക്ക് വയറിളക്ക രോഗം പിടിപെട്ടുവെന്ന് കരുതുക. അവൻ്റെ ക്ഷീണം കുറയ്ക്കുന്നതിനായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. എന്തൊക്കെ ചെയ്യാം? നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു അല്ലേ? ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഉപ്പും പഞ്ചസാരയും ചേർത്ത് നാരങ്ങ വെള്ളം, ഉപ്പിട്ട സംഭാരം, കരിക്കും വെള്ളം ഇവയൊക്കെ കൊടുക്കാം. അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് ORS മിശ്രിതം വാങ്ങി 1 ലിറ്റർ ജലത്തിൽ കലക്കി കൊടുക്കാവുന്നതാണ്. അടുത്ത് നോക്കൂ, ടീച്ചർ നൽകിയ ഒരു ചെക്ക് ലിസ്റ്റ് രാമു പൂരിപ്പിച്ചു. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം രാമുവിന് ഉണ്ടാകാനിടയുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്? രാമു തിളപ്പിച്ചാറിയ വെള്ളം മാത്രമാണ് കുടിക്കുന്നത്. ദിവസവും കുളിക്കാറുണ്ട്. കൃത്യസമയത്ത് ആഹാരം കഴിക്കാറുണ്ട്. അതുപോലെ അമ്മ വിളമ്പി വെച്ച ആഹാരം ചൂടാറുന്നതിനായി തുറന്നു വെച്ച ശേഷം കളിക്കാൻ പോകുന്നു. തിരിച്ചു വന്ന് ആഹാരം കഴിക്കുന്നു. നമ്മുടെ രാമുവിന് രോഗം വരാൻ സാധ്യതയുണ്ടോ? വരാൻ സാധ്യതയുണ്ടല്ലേ? ഏത് രോഗമാണ്? നോക്കൂ, മധുരമുള്ളതും തുറന്നു വച്ചിരിക്കുന്നതുമായ ആഹാര സാധനങ്ങളിൽ ഈച്ച വന്നിരിക്കും. വയറിളക്കം, കോളറ തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്നത് ഈ ചെറിയ ജീവിയാണ്. അപ്പോൾ നമ്മുടെ രാമുവിന് ഇതുപോലുള്ള വയറിളക്കം, കോളറ തുടങ്ങിയ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അടുത്ത് നോക്കൂ, അടുക്കളയിലെയും കലവറയിലെയും ഭക്ഷണ സാധനങ്ങൾ തേടി എലി എത്താറുണ്ട്. എലിയുടെ വിസർജ്യങ്ങൾ ഭക്ഷണ സാധനങ്ങളിൽ വീഴുക വഴി പലവിധ രോഗങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. ഇത് മുഖേന എലിപ്പനി, പ്ലാഗ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മുടെ രാമുവിന് വരാനിടയുള്ള രോഗങ്ങൾ വയറിളക്കം, കോളറ, എലിപ്പനി, പ്ലാഗ് തുടങ്ങിയവയാണ്. ഇനി നോക്കൂ, തുടർ പ്രവർത്തനങ്ങൾ. സ്കൂൾ മുറ്റം, ഭക്ഷണശാല, മൂത്രപ്പുര, ക്ലാസ് മുറി എന്നിവിടങ്ങളിൽ ശുചിത്വം നിലനിർത്താൻ ആവശ്യമായ നിർദ്ദേശ ബോർഡുകൾ എഴുതി സ്ഥാപിക്കുക. നമ്മൾ ക്ലാസ് പഠിച്ചപ്പോൾ നിർദ്ദേശ ബോർഡുകൾ സ്ഥാപിച്ചതിനെക്കുറിച്ച് പഠിച്ചു അല്ലേ? നമുക്കും എഴുതി നോക്കാം. നോക്കൂ, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക, വെള്ളം പാഴാക്കരുത്, ക്ലാസ് മുറികളിൽ ചപ്പ് ചവറുകൾ ഇടരുത്, മൂത്രപ്പുര വൃത്തിയായി സൂക്ഷിക്കുക. ഇതുപോലെ കൂട്ടുകാരും നിർദ്ദേശ ബോർഡുകൾ എഴുതി സൂക്ഷിക്കുക കേട്ടോ. അടുത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കൊതുക് നശീകരണ പ്രവർത്തനങ്ങളിൽ കൂട്ടുകാർ പങ്കാളികളാവുക. അതുപോലെ തന്നെ ആഴ്ചയിലൊരു ദിവസം കൂട്ടുകാർ ഡ്രൈ ഡേ ആചരിക്കുക. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഒരു സർവേ നടത്തുക. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ വിദ്യാലയത്തിന് സമീപത്തുള്ള ഏതാനും കുറച്ച് വീടുകൾ ടീച്ചറോടൊപ്പം അല്ലെങ്കിൽ കൂട്ടുകാരുടെ മാതാപിതാക്കളോടൊപ്പം സന്ദർശിക്കുക കേട്ടോ. അവർ നടപ്പാക്കിയിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ സർവേ ചെയ്യുമ്പോൾ കൂട്ടുകാർക്കൊരു ഫോർമാറ്റ് ഉണ്ട്. ഇതാ കണ്ടോ? അവിടുത്തെ കിണറും പരിസരവും വൃത്തിയായാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കാറുണ്ടോ? തിളപ്പിച്ചാറിയ വെള്ളം മാത്രമാണോ കുടിക്കാൻ ഉപയോഗിക്കുന്നത്? അവരുടെ കിണറൊക്കെ ശുദ്ധജലമുള്ളതാണോ? വ്യക്തി ശുചിത്വം അവർ പാലിക്കുന്നുണ്ടോ? സമീപത്തെ പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സംരക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ സൂക്ഷിക്കാനായിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതെല്ലാം കൂട്ടുകാരൊന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 4ാമത്തെ അധ്യായവും പഠിച്ചു കഴിഞ്ഞു.
അപ്പോൾ കൂട്ടുകാരുടെ പരിസരമെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുമല്ലോ, വ്യക്തി ശുചിത്വം പാലിക്കുമല്ലോ, എല്ലാം ചെയ്യും അല്ലേ? അതിലൂടെ നമുക്ക് എന്താണ് കിട്ടുക? നമ്മുടെ നാട്ടിൽ നിന്നും നമ്മളിൽ നിന്നുമൊക്കെ രോഗങ്ങൾ പമ്പ കിടക്കും അല്ലേ? അപ്പോൾ വൃത്തിയാണ് നമ്മുടെ ശക്തി. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്